ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ, അമേരിക്കയെ മിക്ക വിദ്യാർത്ഥികളുടെയും സ്വപ്ന ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നത് ഈ ഘടകങ്ങളൊക്കെയാണ്. 2023-24 കണക്കുകൾ പ്രകാരം 11.26 ലക്ഷം വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലുള്ളത്. അതിൽ 3.31 ലക്ഷം പേരും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. അമേരിക്കൻ വിദ്യാഭ്യാസത്തോടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ താല്പര്യം കൂടിയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക അത്ര സുരക്ഷിതമല്ല എന്നാണ് വിവരം. അരക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവസ്ഥയെക്കുറിച്ച് പറയും മുൻപ് എന്താണ് പൊതുവെ വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ നേരിടുന്ന ഭീഷണി എന്നൊന്ന് സൂചിപ്പിക്കാം. അകാരണമായി അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുക, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഡേറ്റാബേസായ സെവിസിൽ നിന്ന് അവരുടെ രേഖകൾ നീക്കം ചെയ്യുക എന്നിവ അടുത്തിടെയായി പതിവായിരിക്കുകയാണ് അമേരിക്കയിൽ. അക്കാദമിക് വിസയായ F1 വിസ റദ്ദാക്കപ്പെടുകയോ സെവിസിൽ നിന്ന് രേഖകൾ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്താൽ അമേരിക്കയിൽ തുടരാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലാണിപ്പോൾ വിദേശ വിദ്യാർത്ഥികൾ. ഭീഷണിയിലായിരിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ 50% ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് എന്നാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ അഥവാ ഐല വ്യക്തമാക്കുന്നത്. ട്രംപ് അധികാരത്തിലേറിയ വർഷം 327 വിദേശ വിദ്യാർത്ഥികൾ നിലനിൽപ്പ് ഭീഷണിയിലായിട്ടുണ്ട് എന്നാണ് സംഘടന വ്യക്തമാക്കുന്നത്. അതിൽ പകുതിയോളം ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും ഐല പറയുന്നു. വിദ്യാർത്ഥികളിൽ മിക്കവാറും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPT എന്ന സംവിധാനം ഉപയോഗിക്കുന്നവരാണ്. അക്കാഡമിക ആവശ്യങ്ങൾക്കായി അനുവദിക്കുന്ന F1 വിസയിൽ US-ലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 12 മാസം വരെ തൊഴിൽ പരിശീലനം നടത്താനുള്ള അവസരമാണ് OPT-യിലൂടെ ലഭിക്കുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളാണെങ്കിൽ അത് 24 മാസം കൂടി നീട്ടാനുള്ള ഓപ്ഷനുമുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ രേഖകൾ സെവിസിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതോടെ തൊഴിലിനുള്ള അവസരം ഉൾപ്പെടെ നഷ്ടമാകും. ലോൺ എടുത്തും വീട് പണയം വെച്ചും അമേരിക്കയിൽ ഒരു നല്ല ഭാവി സ്വപ്നം കണ്ടെത്തുന്ന വിദ്യാർത്ഥികളിൽ പലരും തിരിച്ചു പോകാൻ പോലുമാകാതെ കുടുങ്ങിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തുവെന്നും ലേഖനങ്ങൾ എഴുതിയെന്നുമൊക്കെ കാരണം കാട്ടിയായിരുന്നു വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് അതിന്റെ സ്വഭാവം മാറി. വേഗപരിധി ലംഘിച്ചു എന്ന കേസിൽ ഉൾപ്പെട്ടു എന്നതിന്റെ പേരിൽ പോലും ചില വിദ്യാർത്ഥികളുടെ രേഖകൾ സെവിസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരുന്നു. മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ അവസാന വർഷ ബിരുദ പഠനം നടത്തുന്ന ചിന്മയ് ഡിയോറിനെതിരായ നടപടി അതിനൊരു ഉദാഹരണമാണ്. ക്രിമിനൽ റെക്കോർഡ്സിൽ പേരുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ചിന്മയ്ക്കും മറ്റ് 3 വിദേശ വിദ്യാർത്ഥികൾക്കുമെതിരെ ട്രംപ് ഭരണകൂടം നടപടിയെടുത്തത്. എന്നാൽ താൻ ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് ചിന്മയ്. നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ. ആദ്യഘട്ടത്തിൽ അമേരിക്കയിലെ വിസ പ്രശ്നങ്ങൾ അവരുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നായിരുന്നു ഇന്ത്യൻ സർക്കാർ പ്രതികരിച്ചതെങ്കിലും നിലവിൽ ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. പുറത്താക്കൽ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്.